വാല്യുവേഷനിലെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ടേം സ്ക്രാപ്പ് വാല്യൂ. നമ്മുടെ കയ്യിലൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞു. അപ്പോൾ ആ ബിൽഡിങ് ഡിസ്മാൻറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ റീസെയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ വുഡൻ വർക്ക്സ്, ഡോർ ഫ്രെയിം, ഡോർ ഷട്ടർ, വിൻഡോ ഷട്ടർ, ഇതൊക്കെ നമുക്ക് വീണ്ടും റീസെയിൽ ചെയ്യാം. അതേ കണക്ക് റൂഫിംഗ് ടൈൽസ്, റിമൂവബിൾ റൂഫിംഗ് ടൈൽസ് ആണെങ്കിൽ ആ റൂഫിംഗ് ടൈൽസ് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ കോസ്റ്റിൻ്റെ 10% സ്ക്രാപ്പ് വാല്യൂയിലൂടെ കിട്ടും. അറൗണ്ട് 10%. അത് കൂടാൻ സാധ്യതയില്ല, മിക്കപ്പോഴും കുറയാനേ സാധ്യതയുള്ളൂ. നെക്സ്റ്റ് ടേമാണ് സാൽവേജ് വാല്യൂ. സാൽവേജ് വാല്യൂ എന്ന് പറയുമ്പോൾ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് കഴിഞ്ഞു, പക്ഷേ അത് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുന്നില്ല. ആ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞിട്ട് ആ ബിൽഡിങ്ങിന് കിട്ടുന്ന വാല്യൂ ആണ് സാൽവേജ് വാല്യൂ. ഒരു എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു മെഷീനറി ഉണ്ട്. ആ മെഷീനറിയുടെ ലൈഫ് കഴിഞ്ഞു. അത് എന്തിനാണോ മേടിച്ച് ആ പർപ്പസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ആ മെഷീനറി ഡിസ്മാൻഡിൽ ചെയ്യുന്നില്ല, പകരം അത് നമ്മൾ വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട്, അതെന്തിനാണോ വാങ്ങി ആ പർപ്പസിന് സ്യൂട്ട് ആകാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ചെറിയ പർപ്പസിന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നു അറ്റ് എ സ്മോളർ കോസ്റ്റ്. അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് സാൽവേജ് വാല്യൂ. ഈ രണ്ട് ടേം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുമ്പോൾ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രോപ്പർട്ടി കഴിഞ്ഞു, അപ്പോൾ ഡിസ്മാൻഡിൽ ചെയ്തു. ആ ഡിസ്മാൻഡിലിൻ്റെ പ്രോഡക്റ്റിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് വാല്യൂ കിട്ടും. അതാണ് സ്ക്രാപ്പ് വാല്യൂ. സാൽവേജ് വാല്യൂ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ലൈഫ് കഴിഞ്ഞു, പക്ഷേ ഡിസ്മാൻഡിൽ ചെയ്യുന്നില്ല. ലൈഫ് കഴിഞ്ഞിട്ട് ആ പ്രോഡക്റ്റിന് കിട്ടുന്ന വാല്യൂ ആണ് സാൽവേജ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരിയഡ് വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ്. സ്ക്രാപ്പ് വാല്യൂ ഈസ് ദ വാല്യൂ ഓഫ് ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽസ്. ഈ രണ്ട് ടേമും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ടേമാണ് മാർക്കറ്റ് വാല്യൂ. നമ്മുടെ പ്രോപ്പർട്ടി ഒരു ഓപ്പൺ മാർക്കറ്റിൽ സെയിലിന് വെക്കുവാണെങ്കിൽ അപ്പം കിട്ടുന്നൊരു വാല്യൂ ആണ് മാർക്കറ്റ് വാല്യൂ, which can be obtained at any particular time from open market if the property is put for sale. Next, book value. A book value is the amount shown in account book after allowing necessary depreciations. ഈ ഡിപ്രീസിയേഷൻസ് വരുന്നത് ബിൽഡിങ്ങിനാണ്. അതിൻ്റെ ഏജ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രോപ്പർട്ടിക്ക് ഒരു ലാൻഡിനാണെങ്കിൽ അങ്ങനെ കുറയില്ല, പക്ഷേ ഒരു ബിൽഡിങ്ങിനകത്താണെങ്കിൽ ആ ബിൽഡിങ്ങിന് ഓരോ വർഷം കഴിയും തോറും ഏജ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ കുറയുന്നതിനെയാണ് ഡിപ്രീസിയേഷൻസ് എന്ന് പറയുന്നത്. അത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അപ്പോൾ ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് ഓരോ വർഷവും കഴിഞ്ഞുള്ള ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് ബുക്ക് വാല്യൂ, എമൗണ്ട് ഷോൺ ഇൻ അക്കൗണ്ട് ബുക്ക് ആഫ്റ്റർ അലൗവിങ് നെസസറി ഡിപ്രീസിയേഷൻസ്. ഡിപ്രീസിയേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അത് നമ്മൾ വരുമ്പോൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ്, റേറ്റബിൾ വാല്യൂ. റേറ്റബിൾ വാല്യൂ എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇയർലി റിപ്പയേഴ്സ് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന എമൗണ്ട് ആണ് റേറ്റബിൾ വാല്യൂ. Annual value of a property which is obtained after deducting the amount of yearly repairs. Next term, assessed value. അസസ്ഡ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിക്ക് മുനിസിപ്പാലിറ്റി നിശ്ചയിക്കുന്ന വാല്യൂ ആണ് അസസ്ഡ് വാല്യൂ. ഒരു മുനിസിപ്പൽ ടാക്സ് ഓണർ കൊടുക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി ഡിസൈഡ് ചെയ്യുന്ന വാല്യൂ ആണ് അസസ്ഡ് വാല്യൂ. അടുത്ത ടേമാണ് ഡിസ്ട്രസ്ഡ് വാല്യൂ ഓർ ഫോഴ്സ് സെയിൽ വാല്യൂ. ഒരു പ്രോപ്പർട്ടിക്ക് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂവിലും കുറഞ്ഞൊരു വാല്യൂവിന് സെയിൽ ചെയ്യേണ്ടി വരികയാണെങ്കിലാണ് അതിനെ ഡിസ്ട്രസ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റീപ്ലേസ്മെൻറ്റ് വാല്യൂ. ഒരു പ്രോപ്പർട്ടിയുടെ പ്രസൻറ്റ് മാർക്കറ്റ് വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുവാണ്. ഒന്നുകിൽ ആ പ്രോപ്പർട്ടി വാങ്ങാനോ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി വിൽക്കാനോ വേണ്ടി ഡിറ്റർമൈൻ ചെയ്യുന്ന വാല്യൂ ആണ് റീപ്ലേസ്മെൻറ്റ് വാല്യൂ. അടുത്ത ടേം പൊട്ടൻഷ്യൽ വാല്യൂ. പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടുവാണ്. അങ്ങനെ കിട്ടുന്നതിനാണ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഓൾട്ടർനേറ്റ് യൂസ് ആ പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ റിട്ടേൺ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുവാണ്. അതിനെയാണ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് മൊണോപ്പൊളി വാല്യൂ. മൊണോപ്പൊളി വാല്യൂ എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടിക്കുള്ള ഒരു ഫാൻസി പ്രൈസ് ആണ് മൊണോപ്പൊളി വാല്യൂ. ഇപ്പോൾ പെട്ടെന്ന് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനുള്ള ഒരു പ്ലേസ്, ഒരു
ഫ്രണ്ടിലൊരു നാഷണൽ ഹൈവേ ഒക്കെയുള്ള പ്ലേസ് ആണെങ്കിൽ അവിടെയുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ ഭയങ്കര കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും മേജർ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ അടുത്തുള്ള പ്രോപ്പർട്ടിക്ക് വില കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഓണർ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാൻസി പ്രൈസ് ആണ് മൊണോപ്പൊളി വാല്യൂ. നെക്സ്റ്റ് സെൻറ്റിമെൻ്റൽ വാല്യൂ. അപ്പോൾ when a property is sold or purchased at a higher value than market value, അതിനെയാണ് സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂവിലും കൂടുതൽ വാല്യൂവിൽ ഒരാളൊരു പ്രോപ്പർട്ടി മേടിക്കുകയാണ്, അതിനെയാണ് സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന് വെച്ചാൽ. ഇറ്റ്സ് ഡ്യൂ ടു പ്ലേയിങ് സെൻറ്റിമെൻറ്റ്സ് ഇൻ ദ മൈൻഡ് ഓഫ് ദ ഓണർ ഓർ പർച്ചേസർ. അതുകൊണ്ടാണ് അതിനെ സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പെക്യുലേറ്റീവ് വാല്യൂ. സ്പെക്യുലേറ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്ലേസിൽ ഒരു നാഷണൽ ഹൈവേ പ്രോജക്റ്റ് വരുവാണ്. അപ്പോൾ ആ നാഷണൽ ഹൈവേ പോകുന്ന പ്ലേസിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളുടെ വാല്യൂ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. അത് മനസ്സിലാക്കി ചില ആൾക്കാർ ആ സ്ഥലങ്ങളെല്ലാം ഒരു കുറഞ്ഞ റേറ്റിന് വാങ്ങിച്ചെടുത്ത് അത് ഫർദർ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ അവർ വേറൊരു ഹയർ പ്രൈസിന് അത് മറിച്ചു വെക്കും. അതിനെയാണ് സ്പെക്യുലേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. അക്കോമഡേഷൻ വാല്യൂ. ഇപ്പോൾ ഒരു സിറ്റി, ആ സിറ്റിയിൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള പ്ലേസ് കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞു കഴിയുമ്പോൾ അവിടെയുള്ള അഗ്രികൾച്ചറൽ ഫീൽഡിൽ കുറച്ച് പോർഷൻസ് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി കൺവേർട്ട് ചെയ്യാൻ ഗവൺമെൻറ് ഒരു ഓർഡർ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ കിട്ടുന്ന ആ പ്രോപ്പർട്ടി, ആ അഗ്രികൾച്ചർ ലാൻഡിൻ്റെ വാല്യൂ ആണ് അക്കോമഡേഷൻ വാല്യൂ എന്ന് പറയുന്നത്. റിവിഷണറി വാല്യൂ. ചില പ്രോപ്പർട്ടീസ് നമ്മൾ ലീസിന് കൊടുക്കാറുണ്ട് കുറച്ച് വർഷങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഒറിജിനൽ പ്രസൻറ്റ് വാല്യൂ ആയിട്ടായിരിക്കില്ല കൊടുക്കുന്നത്. ഒറിജിനൽ വാല്യൂന്ന് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടായിരിക്കും ഒരു പീരീഡ് ഓഫ് ഇയേഴ്സിന് നമ്മൾ ആ പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്യുന്നത്. അതിനാണ് റിവിഷണറി വാല്യൂ എന്ന് പറയുന്നത്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ എമൗണ്ട് ഡിഫേർഡ് ഫോർ സർട്ടൺ പീരീഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് പറയുന്നതാണ് ഒക്കുപേഷൻ വാല്യൂ. ഒക്കുപേഷൻ വാല്യൂ എന്ന് വെച്ചാൽ ഒരു ബയർ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നത് ഒക്കുപേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതെങ്കിൽ അപ്പോഴുള്ള വാല്യൂ ആണ്, ആ പ്രോപ്പർട്ടിക്കുള്ള വാല്യൂ ആണ് ഒക്കുപേഷൻ വാല്യൂ. നെക്സ്റ്റ് ആണ് ഫ്രീ ഹോൾഡ് ആൻഡ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ആ പ്രോപ്പർട്ടിയുടെ ഓണർ ആ പ്രോപ്പർട്ടി പൊസസ് ചെയ്യുന്നതിൻ്റെ ഓണർ തന്നെ ആയിരിക്കും. അത് കൈമാറ്റം ചെയ്യാനും എല്ലാത്തിനുള്ള അധികാരം അതിൻ്റെ ഓണറിന് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതാണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി. അടുത്തത് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഓണർ ആ പ്രോപ്പർട്ടിയുടെ അധികാരം വേറൊരാൾക്ക് കൊടുക്കുകയാണ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്. അപ്പോൾ അതിപ്പം കയ്യിൽ വെച്ചിരിക്കുന്നത് ഒരു പുതിയൊരാളായിരിക്കും. അദ്ദേഹത്തിന് ഇത്ര നാളത്തേക്ക് ആ പ്രോപ്പർട്ടി കയ്യിൽ വെക്കാനും ആ പ്രോപ്പർട്ടിയിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനുള്ള അധികാരം ഓണർ കൊടുക്കും. അപ്പോൾ ആ പ്രോപ്പർട്ടി ഇപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെച്ച് ഒരാൾക്ക് പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ ആ വാങ്ങുന്ന ആളുടെ പേരാണ് lessee or leaseholder, and the owner who grants the lease is known as lessor. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇയറിലേക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി വേറൊരാൾക്ക് ലീസിന് കൊടുക്കുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീസ് ഉണ്ട്. ബിൽഡിംഗ് ലീസ്, ഒക്കുപേഷണൽ ലീസ്. ഇനി ബിൽഡിംഗ് ലീസും ഒക്കുപേഷണൽ ലീസും എന്താണ്? ബിൽഡിംഗ് ലീസിൽ ഒരു ഓണർ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ലാൻഡാണ് ലീസിന് കൊടുക്കുന്നത്. അത് ലീസിന് എടുക്കുന്ന ആൾ അവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് അറ്റ് ഹിസ് എക്സ്പെൻസ് ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ആ പ്ലോട്ടിന് ഒരു എമൗണ്ട് വാടകയായിട്ട് എല്ലാ മാസവും ഓണർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണ് ബിൽഡിംഗ് ലീസ്. ആ ബിൽഡിംഗ് ലീസ് എന്ന് പറയുന്നത് ഒരു കുറച്ച് വർഷങ്ങൾക്കേക്കായിരിക്കും, ഒരു 99 to 999 years ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ള ലീസ് എഗ്രിമെൻറ്റ്സ് വരുന്നത്. ബിക്കോസ് ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് ആ ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ അത് ലീസിന് എടുക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഒരുപാട് എക്സ്പെൻസ് ആ ലീസിന് എടുക്കുന്ന ആൾക്കുണ്ടാവും. ഓണർക്കാണെങ്കിൽ ആ ലാൻഡ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ലീസ് എഗ്രിമെൻറ്റ്സിൻ്റെ ഇയേഴ്സ് കുറച്ച് കൂടുതലായിരിക്കും. ഈ ഒക്കുപേഷണൽ ലീസ് എന്ന് പറയുമ്പോൾ അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതൊക്കെ ഓണറാണ്, ആ ബിൽഡിംഗ് ആണ് ലീസിന് കൊടുക്കുന്നത്. അപ്പോൾ
ഇതാണ് ബിൽഡിംഗ് ലീസും ഒക്യുപ്പേഷണൽ ലീസും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തത് അന്യൂറ്റി. ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ നമ്മുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഷോർട്ടേജ് വന്നു. അപ്പോഴെന്ത് ചെയ്യും? ഒന്നുകിൽ നമ്മൾ ലോൺ എടുക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ലോൺ എടുത്താൽ എന്ത് ചെയ്യണം? നമ്മൾ ആ എമൗണ്ട് റീപേ ചെയ്യണം. ആ റീപേയ്മെൻറ്റിനാണ് നമ്മൾ അന്യൂറ്റി എന്ന് പറയുന്നത്. ആനുവൽ പീരിയോഡിക് പേയ്മെൻറ്റ് ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ദ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി. ഇനി അന്യൂറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൻ്റെ റീപേയ്മെൻറ്റ് മെത്തേഡ്സ് അനുസരിച്ച് അന്യൂറ്റിക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമുക്കത് നോക്കാം. ഫസ്റ്റ്, അന്യൂറ്റി സർട്ടേൺ. ഇൻവെസ്റ്റർക്ക് ആ എമൗണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ റീപേ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ട് റീപേ ചെയ്യുകയാണ്. അതാണ് അന്യൂറ്റി സർട്ടേൺ. അടുത്തത് അന്യൂറ്റി ഡ്യൂ. If the amount of annuity is paid at the beginning of each period of year and the payment is continued for a definite period. ഇനി അടുത്തത് deferred annuity. It begins at some future date after a number of years. ഇപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ നമുക്ക് ഇൻകം കിട്ടത്തില്ല. ആ കേസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ലോൺ എടുത്ത എമൗണ്ട് റീപേയ്മെൻറ്റ് ഫെസിലിറ്റി വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് വണ്ണാണ് പെർപെച്വൽ അന്യൂറ്റി. പെർപെച്വൽ അന്യൂറ്റി എന്ന് വെച്ചാൽ റീപേയ്മെൻറ്റ് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിൽ വരെ ഉണ്ടാകും. അതാണ് ഒരു സ്പെസിഫിക് പീരീഡ്, ഇൻഡെഫിനിറ്റ് പീരീഡ് വരെ നമ്മൾ ആ എമൗണ്ടിന് റീപേയ്മെൻറ്റ് അടച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഇൻഡെഫിനിറ്റ് പീരീഡ്. അടുത്തത് ക്യാപിറ്റൽ കോസ്റ്റ്. Capital cost, total cost of construction including land or original total amount required to possess a property. ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ എമൗണ്ട് ചിലവാക്കുന്നു അതിനെയാണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്ലോട്ടിൻ്റെ എമൗണ്ട് ഉണ്ടാകും. ഇനി ആ പ്ലോട്ടിന് ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് ഉണ്ടാകും. ഇതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, അത് അടുത്ത ലെക്ചറിനകത്ത് പറയാം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂസ് മുതൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് അടുത്ത ലെക്ചർ സീരീസ് ആയിട്ട് നമുക്ക് പഠിക്കാം.